പിണറായി വിജയനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു അന്വേഷണം നടക്കുന്ന അതിൻ്റെ ഒരുപാട് തെളിവുകൾ അയാൾക്കെതിരെയും അയാളുടെ മകൾക്കെതിരെ അയാളുടെ മോളെ ഭർത്താവിനെതിരെ ഒക്കെ തെളിവുകളുടെ ഒരു ഘോഷയാത്ര തന്നെ. എന്നാലും പലർക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവരിപ്പോഴും സ്റ്റാറ്റസുകൾ ഇടുന്നു, അവരിപ്പോഴും പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നു. നിങ്ങൾക്ക് പോകാം, ഫേസ്ബുക്കിൽ നോക്കാം, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം, വാട്സാപ്പ് സ്റ്റാറ്റസുകൾ നിങ്ങൾക്ക് കാണാം. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരളത്തിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആൾക്കാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കടകരമായ അവസ്ഥ. കാരണം ഇവരിപ്പോൾ പോർട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ഗവൺമെന്റ് വന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ട്, ഓല വിജയിപ്പിച്ചത് ബോധം നഷ്ടപ്പെട്ടിട്ടാണ്, നിങ്ങൾ അനുഭവിക്കുക, ആ രീതിയിലുള്ള ഒരു മെന്റാലിറ്റി ഒക്കെയാണ്. അത് ആൾക്കാർക്ക് മാറുന്നില്ല. ഇതിനു മുന്നേ ഇതുപോലെ ഒരു മെന്റാലിറ്റി കാണിച്ച് അധികാരം വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലത്തെ ഒരു മെന്റാലിറ്റി കാണിച്ച് എന്തായി, അല്ലെങ്കിൽ ഒരു അനുഭവിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഞാളെന്തോ ഔദാര്യം കൊടുത്ത രീതിയിലൊക്കെയാണ് സംസാരം. പറയുമ്പോൾ അത് തൊഴിലാളി വർഗ പാർട്ടിയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. തൊഴിലാളി വർഗ പാർട്ടി, പിന്നെ ജനാധിപത്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടി, പിന്നെ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പാർട്ടി. എന്നാലോ ജനങ്ങൾ വിധി എഴുതി, ആ വിധിനെ എന്താ പറയാ അംഗീകരിക്കാൻ അവരുടെ മനസ്സ് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതിന്റെ അണികൾക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ജനങ്ങളുടെ ആ വിധിയെഴുത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ജനങ്ങൾ നശിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുറച്ച് 5 കൊല്ലം ബുദ്ധിമുട്ടണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോവാന്ന്. 100 ദിവസമായിട്ടേ ഉള്ളൂ ഈ ഗവൺമെന്റ് വന്നിട്ട്, പുതിയ ഗവൺമെന്റ്. അപ്പോഴത്തേക്കും ഗവൺമെന്റിന് ഖജനാവ് നിറയ്ക്കണം, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ആ ഗവൺമെന്റ് ഇവിടെയുള്ള 10 കൊല്ലം കൊണ്ടുള്ള അവർ നശിപ്പിച്ചിട്ട താറുമാറാക്കിയ സംഗതികൾ മുഴുവൻ, ആരോഗ്യരംഗം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 100 ദിവസം കൊണ്ട് ക്ലിയർ ആക്കണം. എന്ത് മെന്റാലിറ്റിയാണിത്? ഇതേ മെന്റാലിറ്റിയാണ് കേട്ടോ ഈ പറയുന്ന ആൾക്കാരൊക്കെ വേറെ രീതിയിലും പല രീതിയിലും എടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഇവരോടൊക്കെ പുച്ഛം അത്ര പറയാനുള്ളത്. കാരണം ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ പണ്ട് ഈ പിന്നെ പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അയാളെ പ്രകീർത്തിച്ചും ഈ കാര്യങ്ങളെയൊക്കെ ഭയങ്കര മറ്റുള്ള ആൾക്കാരെ ഇകഴ്ത്തിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വലിയ എന്താ പറയാ ജനാധിപത്യത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെയധികം സഹതാപം. ഇത് തൊഴിലാളി വർഗ പാർട്ടിന്റെ നേതാവായ, അല്ലെങ്കിൽ തൊഴിലാളികളോട് കൂടെ നിൽക്കേണ്ട പിണറായി വിജയൻ കഴിഞ്ഞ പത്രസമ്മേളനം വലിയ പൈസയൊന്നും ഇല്ലല്ലോ, 86 ലക്ഷം കൂട്ടിക്കോ, 86 ലക്ഷം അങ്ങേർക്ക് ഒരു പൈസ ഇല്ല എന്നുള്ള കാര്യം ഈ പാർട്ടിയിലുള്ള പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്ക് മനസ്സിലാക്കുക, നിങ്ങളുടെ നേതാവിന് അല്ലെങ്കിൽ നിങ്ങളുടെ സഖാവിന് 86 ലക്ഷം ഒരു പൈസയേ അല്ല എന്നുള്ള കാര്യം, ആ ലെവലിൽ എത്തി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊഴിലാളി വർഗ പാർട്ടി എന്ന് കേൾക്കുമ്പോഴാണ് ഒരു സങ്കടം.